അപ്പൊ നമ്മുടെ കോഴിക്കോട് നിന്ന് നിരഞ്ജന കുട്ടി ഇപ്പൊ ഒരു അഭിമാന താരമായിട്ടിരിക്കുകയാണ്. അതായത് 99%. അമ്മനോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇനി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറെ കുട്ടിക്കാണ് വാങ്ങിച്ചു കൊടുത്തത്, ഇപ്രാവശ്യം ഞാൻ എന്റെ മൂക്ക് വാങ്ങിച്ചത്. നോട്ട് ചെയ്ത് വെച്ചോളൂ. എല്ലാവരും ഒരു ബുക്കും പെന്നൊക്കെ എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഈ സക്സസിന് പിറകിൽ? ഹെൽത്ത് വിട്ട് കളിക്കരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നമുക്ക് അവസാന നേരത്തെ ഹെൽത്ത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്. ഹലോ എവ്രിവൺ. അപ്പൊ നമ്മുടെ +1 റിസൾട്ട് ഒക്കെ വന്ന സമയത്ത് ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരാളാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ നിരഞ്ജന കുട്ടി. അപ്പൊ നമ്മുടെ കോഴിക്കോട് നിന്ന് നിരഞ്ജന കുട്ടി ഇപ്പൊ ഒരു അഭിമാന താരമായിട്ടിരിക്കുകയാണ്. അതായത് 99.4% മാർക്ക്, 517 മാർക്ക് 520 സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും മാർക്കിലോട്ട് എത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അപ്പൊ നമുക്ക് തന്നെ ചോദിച്ചറിയാം. ഓക്കെ, എന്താണ് ആദ്യം ഈ ഒരു സക്സസിന്റെ പിറകില് പറയ ഒരു മോട്ടിവേഷൻ തന്നെയായിരുന്നു. അമ്മയും അച്ഛനും എല്ലാവർക്കും ഏച്ചിമാർക്കും ഒക്കെ നല്ല മാർക്ക് തന്നെയാണ്. അപ്പം ഒരു ഇതുണ്ടായിരുന്നു, നല്ല മാർക്ക് മാർക്ക് കുറഞ്ഞ സീനാകും അതന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയും അച്ഛനും, അമ്മ PTA-ലുള്ള സ്കൂളിൽ PTA-ലുള്ളതാണ്. അപ്പൊ അവിടെ എന്ന് വെച്ചാല് 520 കഴിഞ്ഞ പ്രാവശ്യം 520 കിട്ടിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഒരു മെഡലൊക്കെ കിട്ടി, ഗോൾഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മനോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇനി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വേറെ കുട്ടിക്കാണ് വാങ്ങിച്ചു കൊടുത്തത്, ഇപ്രാവശ്യം ഞാൻ എന്റെ മൂക്ക് വാങ്ങിച്ചത്. ഞാൻ ആലോചിച്ചിട്ട് തന്നെയാണ് പിന്നെ ഒരു എയിം 520 അത്ര വലിയ ഇമ്പോസിബിൾ ആയ കാര്യമൊന്നും അല്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എനിക്ക് ഇത്ര എടുത്തെത്തിയത് തന്നെ വലിയ കാര്യമാണ്, അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും തന്നെ ഞാൻ ഇതാക്കുന്നത്. അപ്പൊ ആദ്യം റിസൾട്ട് കണ്ടത് ആരായിരുന്നു? ഞാൻ തന്നെയാണ് കണ്ടത്. കണ്ടിട്ട് എന്ത് ചെയ്തു? ഓടിപ്പോയി, താഴെ പോയി അമ്മയും അച്ഛനോട് പറഞ്ഞു. അമ്മ ഭയങ്കര ഹാപ്പിയായി, അച്ഛനും ഭയങ്കര ഹാപ്പിയായി. അതന്നെയായിരുന്നു. അപ്പൊ മോള് ഇത്രയും മാർക്ക് കിട്ടാൻ വേണ്ടി ആദ്യം മുതൽ തന്നെ അമ്മ ഒരു പറഞ്ഞല്ലോ, ഒരു മോട്ടിവേഷൻ മോൾക്ക് ബാക്കിലുണ്ട്. അപ്പൊ ആദ്യം മുതലേ മോള് പഠിച്ചു തുടങ്ങിയിരുന്നു, അതോ ഒരു എക്സാം ടൈമിലൊക്കെ എത്തുന്ന സമയത്ത് എന്തായിരുന്നു? സത്യാവസ്ഥ മാത്രം പറയണേ, കാരണം ബാക്കി കുറെ കുട്ടികൾ ഇത് കാണുമ്പോ കുട്ടികൾ എല്ലാരും പറയുന്നത് ആദ്യം മുതലേ പഠിക്കണം. അപ്പൊ അതിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടാണോ? വെറൈറ്റി തന്നെയായിരുന്നു. ഞാൻ എന്താണ് ആ വെറൈറ്റി നമുക്ക് നോക്കാം. നോട്ട് ചെയ്ത് വെച്ചോളൂ. എല്ലാവരും ഒരു ബുക്കും പെന്നൊക്കെ എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഈ സക്സസിന് പിറകിൽ? ഓക്കെ, അത് ഞാൻ എല്ലാരും പറയും ആദ്യം മുതലേ തുടങ്ങണം, പക്ഷെ എല്ലാ സ്റ്റുഡൻസിലും പകുതിയായിട്ട് എല്ലാരും തുടങ്ങുള്ളൂ തന്നെയാണ്. ഞാൻ അങ്ങനെയാ തുടങ്ങിയത്. അതുപോലെ എന്റെ ഫ്രണ്ട്സും എല്ലാവരും ആദ്യം മുതലേ ഇരുന്ന് പഠിക്കുക അങ്ങനെയൊന്നും അല്ലേ. നമ്മൾ കളിക്കേണ്ട സമയത്ത് കളിച്ചു, പഠിക്കേണ്ട സമയത്ത് പഠിച്ചു, നല്ല പോലെ ക്ലാസ് ശ്രദ്ധിക്കുക തന്നെയാണ് മെയിൻ പോയിന്റ് വരുന്നത്. എക്സാമിൽ എന്തെങ്കിലും മറന്നുപോയാൽ തന്നെ ക്ലാസ് ഓർത്തെടുത്തിട്ട് ആ മിസ് എന്താ പറഞ്ഞേന്ന് ഓർത്ത് നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അപ്പൊ ഈ ലാസ്റ്റ് സമയത്ത് എങ്ങനെ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി? ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത്ര ഇത് പഠിക്കണം. എക്സാമിന് ഒരു 10 ദിവസം മോഡൽ കഴിഞ്ഞിട്ട് ലീവ് ഉണ്ടായിരുന്നല്ലോ. അപ്പം ആ ഒരു ടൈമിൽ തന്നെ ഇത്ര പഠിക്കണം, അല്ലാതെ ഒരു ചാപ്റ്റർ തീരെ അറിയാതെ എക്സാം എഴുതാൻ പറ്റില്ല. അപ്പൊ ഓരോരോ ചാപ്റ്റേഴ്സിനെ പറ്റി നല്ലപോലെ പഠിച്ച്, പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് PYQ കുറെ പഠിക്കാന്ന് തന്നെ ഞാൻ പറയുള്ളൂ. അതേപോലെ മാത്സ് ഇപ്രാവശ്യം കുറച്ച് ടഫ് തന്നെയായിരുന്നു. അതിൽ പക്ഷെ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഭയങ്കര പണ്ടത്തെ PYQ ക്വസ്റ്റ്യൻസ് ആയി കുറെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെ എല്ലാവരും ആദ്യം മുതലേ പഠിക്കണമെന്ന് ഞാൻ പറയൂല, പഠിച്ചാൽ നല്ലത്. മോള് പറഞ്ഞൊരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി ഫോളോ ചെയ്യണം. അപ്പൊ കുറെ പേർക്കുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മള് എല്ലാ ന്യൂ ഇയറിനും ഒരു റെസൊല്യൂഷൻ എടുക്കുന്നത്, അതായത് ഇന്ന് മുതൽ ഞാൻ പത്രം വായിക്കും, ഇന്ന് മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത് എല്ലാവരും ഒരു റെസൊല്യൂഷൻ ആണ്. അപ്പൊ ഇതേപോലെ ഈ ടൈം ടേബിൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കണം, ഇത്ര സമയം മുതൽ ഇത്ര പഠിക്കണം. അത് കറക്റ്റ് ആയിട്ട് ഇതിനെ ആർക്കും ഫോളോ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ മോൾ എങ്ങനെയായിരുന്നു അത് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ ഫോളോ ചെയ്തത് എനിക്ക് എന്താന്ന് വെച്ചാല്, ഇത്ര ചെയ്തില്ലെങ്കിൽ എനിക്ക് എന്തോ പ്രശ്നം പോലെ ആയിപ്പോവും, അങ്ങനത്തെ ഒരു ഇതാണ്. ഇത്ര ടൈമിൽ ഇത് തീർത്തേ പറ്റൂ. അപ്പം ചില സമയത്ത് ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ ഉറക്കം വിട്ട് കളിക്കാറില്ല. ഉറക്കം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയതിനെ കൊണ്ട് ഒരു 6-7 മണിക്കൂർ ഞാൻ എന്തായാലും കിടന്നുറങ്ങിയിട്ടേ ഞാൻ പഠിക്കാറുള്ളൂ. അപ്പൊ ഇപ്പൊ +1 ഇപ്പൊ ജോയിൻ ചെയ്ത മക്കളുണ്ടായിരിക്കല്ലോ, അപ്പൊ അവരോട് മോൾക്ക് പറയാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഇപ്പൊ കുറെ കുട്ടികൾ ഇങ്ങനെ ഇപ്പൊ 10 മണിക്കൂർ ഇരുന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഇത്രയും സമയം ഇരുന്ന് പഠിക്കുക, അവര് ഹെൽത്തിനെ കുറിച്ച് നോക്കുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ മോൾക്ക് എന്താ പറയാ? ഇപ്പൊ മോള് നല്ല ഹാപ്പി ആയിട്ട് ഇത്രയും മാർക്കൊക്കെ വാങ്ങിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഉള്ളിലുണ്ടായിരിക്കും, നോക്കിക്ക് എന്തൊരു ഹാപ്പിയാ. അപ്പൊ അതിന്റെ പിന്നിൽ എന്താണ്? അത് ഹെൽത്ത് വിട്ട് കളിക്കരുതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. നമുക്ക് അവസാന നേരത്തെ ഹെൽത്ത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി. പഠിക്കാനും ഹെൽത്ത് വേണം. ഇപ്പൊ മെന്റൽ ആയിട്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിലേ പഠിക്കാൻ പറ്റുള്ളൂ. അത് വിചാരിച്ച് നമുക്ക് ഒരു സബ്ജക്ട് ഇത്ര സമയത്ത് തീർക്കാൻ പറ്റില്ലെങ്കിൽ വിചാരിച്ച്
ഇത് വിചാരിച്ച് ഭയങ്കരമായിട്ട് മനസ്സിൽ ഭയങ്കര ഇതൊന്നും ആക്കി വെക്കേണ്ട ആവശ്യമില്ല. സ്കൂളിൽ പോവാ, പറ്റുന്നിടത്തോളം ചെയ്യാം, ചെയ്തിട്ട് ഇത്ര എനിക്ക് പറ്റുന്നുള്ളൂ, ഇനി നാളെ ആവാം. പക്ഷെ നാളെ എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത് ഇങ്ങനെ പോകരുത്. നാളെ ഇത്ര കുറച്ചെങ്കിൽ പഠിക്കണം, പറ്റുന്ന അത്ര പഠിച്ച്. പക്ഷെ ഉറക്കം, ഫുഡ് അതൊക്കെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. എന്ത് ഫുഡാ കഴിക്കാറ്? ഞാൻ സാധാരണ ചോറും കറിയും. മാർക്ക് കിട്ടാൻ വേണ്ടി ഇന്ന ഫുഡ് കഴിക്കണം അങ്ങനെയൊന്നുമില്ല. ഇല്ല. ഏത് ഫുഡ്, ചോറ് എന്താ കിട്ടുന്നത് അതെടുത്ത് കഴിക്കാം. അല്ലെ? അപ്പൊ ഈ പഠിക്കുന്ന സമയത്തായി കഴിഞ്ഞാലും ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നൊക്കെ നല്ലതാണോ? നല്ലതാ. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് സ്വന്തം ബ്രേക്ക് കൊടുക്കുക. ആ സമയത്ത് ഫോൺ കളിക്കുക, എന്ത് വേണേലും ചെയ്യാം. അപ്പൊ നമുക്കൊരു ഞാൻ ഇത്ര പഠിച്ച്, അപ്പൊ എനിക്കൊരു ബ്രേക്ക് കിട്ടി. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ഇത്ര പഠിച്ചാൽ എനിക്ക് അതിനേക്കാളും വലിയ ബ്രേക്ക് കിട്ടും. അങ്ങനെ. അപ്പൊ മോളിപ്പോ പറഞ്ഞ നമ്മളൊരു ചെറിയ ബ്രേക്കിന്റെ സമയത്ത് ഫോണിൽ കളിക്കുകയാണെങ്കിൽ ഇപ്പൊ എല്ലാവരും ഇൻസ്റ്റാഗ്രാം റീൽസ് ഇരുന്നാണ്. അപ്പൊ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ നമ്മുടെ സമയം ഇതുപോലെ പോവാണ്. അപ്പൊ ആ ഒരു കാര്യം മോൾ എങ്ങനെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നെ? ഞാന് എന്റെ ഒരു സ്റ്റോപ്പ് വാച്ച് വെക്കുമായിരുന്നു. ആ വെച്ചിട്ട് ഞാന് 10 മിനിറ്റ് ബ്രേക്ക് ആണെങ്കിൽ കറക്റ്റ് 10 മിനിറ്റ് ഇതാക്കി ടൈമർ അടിഞ്ഞാൽ അപ്പൊ ഫോൺ നിലത്ത് അങ്ങനെ തന്നെ വെച്ച്. പക്ഷെ ബുദ്ധിമുട്ടാണ്, നമ്മൾ ഫോൺ ഇങ്ങനെ റീൽസ് കണ്ട് സ്ക്രോൾ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടായ കാര്യമാണ്. പക്ഷെ ആദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ചെയ്ത് നമ്മൾ ശീലമായി പോകും. അത് വലിയ ഇമ്പോസിബിൾ ആയ കാര്യമൊന്നുമല്ല ഫോണ്. പക്ഷെ ഒരു ഇമ്പോസ്റ്ററും കൂടിയാണ്, പക്ഷെ നല്ല ഉപകാരമുള്ള ഒരു സാധനം കൂടിയാണ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കിയാൽ. അപ്പൊ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പകുതിയൊക്കെ വെച്ചിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കുറെ കുട്ടികൾക്ക് ഉണ്ടാവും ഇപ്പൊ 10ാം ക്ലാസ് പോലെ അല്ലല്ലോ +1, ടോട്ടലി മാറ്റാണ്. അപ്പൊ കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളായി കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ധാരണ ഉണ്ടായിരിക്കും +1 എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമുക്കൊരു സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്ത് എങ്ങനെ പഠിക്കാൻ പറ്റും? മോള് സ്കൂൾ ലൈഫ് ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ തന്നെ എങ്ങനെ പഠനം ഫുൾ ടൈം ഇരുന്ന് പഠിക്കാതെ എങ്ങനെയാണ് രണ്ടും കൂടി മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അത് രണ്ടും കൂടി മാനേജ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒരു വലിയൊരു ഇതന്നെയായിരുന്നു. അവര് കളിക്കുന്ന സമയത്ത് ഞാൻ കളിച്ചില്ലെങ്കിൽ നീ ഒന്ന് വാ കളിക്കുക, നമുക്ക് എന്താണ് നീ കളിക്കുന്നത്, എപ്പോഴും പഠിച്ചിരുന്ന എങ്ങനെയാ അതൊക്കെ. പക്ഷെ അവര് പഠിക്കാത്ത സമയത്തും പറയും നീ നമുക്ക് പഠിക്കുക, അതായത് നമുക്ക് മാർക്കൊക്കെ വേണ്ടേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ ഏത് ഫ്രണ്ട്സിന്റെ കൂടെയായി നിൽക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരുമിച്ചിരുന്നിട്ടൊക്കെയാണോ പഠിക്കുക, അതോ കമ്പൈൻ സ്റ്റഡി ആണോ, അതോ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നതാണോ മോർ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്? എനിക്ക് കമ്പൈൻ സ്റ്റഡീനെക്കാളും കുറച്ചും കൂടി ഒറ്റയ്ക്ക് ഇരിക്കുന്നതാ തോന്നുന്നത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ കമ്പൈൻ സ്റ്റഡിയാണ് ഏറ്റവും നല്ലതെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷെ ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ട്. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ ഇത്ര ഇതാക്കി. അപ്പം പക്ഷെ കമ്പൈൻ സ്റ്റഡി എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് അതിനെക്കാളും കുറച്ചും കൂടി ഒരു പഠിച്ചു വരും. അപ്പം ആ ഒരു ടോപ്പിക് എത്തുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല അവരെന്താ പറയുന്നതെന്ന്. അപ്പം ചിലപ്പോൾ ഞാൻ ഇത്രേ പഠിച്ചിട്ടുള്ളൂ എന്നൊരു ഇതാ വരും. ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് എത്രത്തോളം എനിക്ക് പഠിക്കാൻ പറ്റും അത്രത്തോളം പഠിച്ച്. കമ്പൈൻ സ്റ്റഡി ടൈമും കുറവായിരുന്നു, നമുക്ക് ക്ലാസ് തന്നെ കുറെ ഉണ്ടായതിനെ കൊണ്ട് ടൈം കുറവേ. അപ്പൊ മോൾക്ക് എത്രയും മാർക്ക് കിട്ടുന്നു സ്കൂളിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഉണ്ട്. ഞാൻ കുറച്ച് നല്ല സ്റ്റുഡന്റ് തന്നെയാണ്, ത്രൂ ഔട്ട് നല്ല മാർക്കൊക്കെ ഉള്ള സ്റ്റുഡന്റ് തന്നെയാണ്. പക്ഷെ 520 ഇത്ര എടുത്തെത്തുന്ന പറഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് പോലും അവർക്കെന്ന് വെച്ചാൽ ഫുൾ A+. അല്ലെങ്കിൽ ഇവർക്ക് മാർക്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ട് കുറച്ച് കുട്ടികളൊക്കെ എടുത്തത്. പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് 520 വേണം, എനിക്ക് എന്തായാലും. അപ്പൊ അതാവുമ്പോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചോദിക്കാലോ, അപ്പൊ അവരെന്തെങ്കിലും വാങ്ങി തരുമല്ലോ. അപ്പം അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ, അപ്പം 520 കുറച്ച് കൂടുതലല്ലേ, അത് വേണോ ഇതാക്കി നിന്ന ആൾക്കാർ തന്നെയാണ്. അപ്പം ടീച്ചേഴ്സ്മാരും നല്ല സപ്പോർട്ട് തന്നെ, അവര് പ്രതീക്ഷിച്ചത് തന്നെയാണിത്. പിന്നെ റീവാലുവേഷൻ കൊടുക്കാൻ 520 വാങ്ങിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ +1 കയറുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവല്ലോ ഇത്ര മാർക്ക് വാങ്ങിച്ചാൽ എനിക്ക് എന്ത് വാങ്ങിച്ചു തരും എന്ന് ചോദിച്ചപ്പോ എന്താണ് ആദ്യം വാങ്ങിച്ചു തരണം എന്ന് അമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഫോണാ പറഞ്ഞത്. ഏതായിരുന്നു? ഐഫോൺ. നല്ലൊരു ഫോണ് മതി. ഐഫോൺ നല്ല, പക്ഷെ അവര് വാങ്ങി തരൂല, അത് എനിക്കറിയാം. അതുകൊണ്ട് ഒരു നല്ല ഫോണ് മതി എന്ന് പറഞ്ഞു. കാരണം ഫോൺ ഭയങ്കര ഫോണിൽ സ്റ്റോറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പഠിക്കാനൊക്കെ. ഒരു ഫോൺ. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ഗിഫ്റ്റ് കിട്ടും. ഈ വീഡിയോ കാണുന്ന അമ്മയും അച്ഛനും ശ്രദ്ധിക്കുക, കുട്ടി ഫോൺ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഒരു അടിപൊളി ഫോൺ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ കിട്ടട്ടെ. ഇനി മോള് +2 നല്ല മാർക്ക് വാങ്ങിക്കും, ഇത്രയും കിട്ടി. +2 മോൾക്ക് എന്തായാലും +1 കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ +2 ഈസിയാണ് +1 നോക്കുന്ന സമയത്ത്. മോൾക്ക് +2 മാർക്ക് ഒക്കെ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാല് നെക്സ്റ്റ് എന്താ പ്ലാൻ ചെയ്യുന്നത്?
നെക്സ്റ്റ് പ്ലാൻ ആണ് കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. ആദ്യം വിചാരിച്ചു ഡോക്ടർ ആവശ്യം, എല്ലാവരും രണ്ടേച്ചിമാര് ഡോക്ടറല്ലേ, അതുകൊണ്ട് നീയും ഡോക്ടർ ആയിക്കോ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഞാന് ഇവരിങ്ങനെ പഠിക്കുന്നൊക്കെ കണ്ട് അത്രയും ബുദ്ധിമുട്ടി, എത്രയോ ഉറങ്ങാതെയും ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ അയ്യോ ഇതെന്തത് ഭയങ്കര കൂടുതലാണല്ലോ, എല്ലാത്തിനും ഉണ്ട്, ഇതെന്നെ പഠിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ എനിക്കെന്ന് വെച്ചാല് ഡോക്ടർ ആയാൽ എനിക്ക് സന്തോഷം ഉണ്ടാവുമോ, ഞാൻ പിന്നെ അത് റിഗ്രറ്റ് ചെയ്യുമോ എന്നൊക്കെ ആലോചിച്ചപ്പോ ഞാൻ വിചാരിച്ചു വേണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് നല്ലത്. അപ്പം ഞാന് ഇപ്പം വിചാരിക്കുന്ന ഒരു സാറ്റ് എക്സാം ഉണ്ട് പുറത്ത് യൂണിവേഴ്സിറ്റിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പേപ്പറിൽ ഈ അടുത്തൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടില് സ്കോളർഷിപ്പ് കുറെ കിട്ടിയിട്ട് പുറത്തു പോകുന്ന ആൾക്കാരുണ്ട് കുറെ. അപ്പൊ അവരൊന്നും വിശ്വസിച്ചില്ല, അവരെ തീരെ വിശ്വസിച്ചില്ല. ന്യൂസ് വന്നപ്പോഴാണ് ഇതിങ്ങനത്തെ ഉണ്ടല്ലേ എന്നുള്ളൊരു മലയാളി ഉണ്ടായിരുന്നു ആ ന്യൂസില്. അപ്പം അതിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞാ ഓക്കെ, അപ്പൊ എനിക്ക് +1 നല്ല മാർക്ക് അതിനെ കൊണ്ട് വീട്ടിൽ നിന്ന് ഓക്കെ നീ പൊയ്ക്കോ, നീ സാറ്റ് എക്സാം എഴുതി നീ എവിടെ വേണം പൊയ്ക്കോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഞാൻ. മോൾക്ക് ഈ പഠനം അല്ലാതെ തന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസും കാര്യങ്ങളും അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്താ? ഡാൻസ്. ഡാൻസ് എനിക്ക് ഇഷ്ടം. ഡാൻസ് പഠിച്ചിട്ടുണ്ട്? ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ മോള് ഇങ്ങനെ പഠനത്തിൽ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഒക്കെ ഇടുമ്പോൾ ഇടയ്ക്ക് പാട്ടൊക്കെ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്ത്? ആ സമയത്ത് ഞാൻ ഡാൻസ് കളിക്കാറില്ല, പക്ഷെ പാട്ട് കേൾക്കാറുണ്ട്. ഞാൻ ഏതെങ്കിലും പാട്ടൊക്കെ വെച്ച് കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പാരന്റ്സ് ഒക്കെ ഫുൾ കട്ട സപ്പോർട്ടാണ്. സപ്പോർട്ട്. ഈ +2 ആയി കഴിഞ്ഞാലും ഇപ്പൊ നല്ല മാർക്ക് വാങ്ങിച്ചത് കൊണ്ട് മോൾക്ക് ഒരു ഇതുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അച്ഛൻ പറയുന്നത് മോള് എന്നാ പോയിക്കോ എന്നുള്ള സാധനം കിട്ടിയത്. അപ്പൊ +2 മോള് ഇതുപോലെ തന്നെ നല്ല മാർക്ക് എന്തായാലും സ്കോർ ചെയ്യും. അപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള +1 കുട്ടികളോട് മോൾക്ക് എന്തെങ്കിലും അഡ്വൈസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോളുടെ +1 ചെയ്തിട്ടുള്ള മിസ്റ്റേക്ക് ഇത് ചെയ്യരുതേ എന്ന് പറയാനുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഫസ്റ്റ് +1 കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. +1 നമ്മൾ 10 കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് 10ന്റെ അതേ പാറ്റേൺ ഒന്നും അല്ല +1 വരുന്നത്. അതിൽ കുറെ എക്സ്ട്രാ പഠിക്കാനും കുറെ എല്ലാം ഉണ്ട്. അപ്പൊ ഞാന് ഫസ്റ്റ് ഒക്കെ എന്ന് വെച്ചാൽ +1 ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലായി ഇത് അത്ര നീ ബുദ്ധിമുട്ടാക്കുന്നതാണ്, നിനക്ക് വിചാരിച്ച നിനക്ക് പറ്റും. അപ്പൊ ഞാൻ ഈ ചില സമയത്ത് ഈ ബ്രേക്ക് PT കിട്ടുമ്പോഴൊക്കെ വെറുതെ ഇരിക്കുക, ആ സമയത്തൊക്കെ ഞാൻ പറയും പുറത്തു പോയി കളിച്ചോളാം. പിന്നെ വീട്ടിൽ പോയിട്ട് ഈ ചെറിയ ചെറിയ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും, ക്ലാസ് ടെസ്റ്റ്, അതൊക്കെ സീരിയസ് ആയി എടുത്തോളാന്ന് തന്നെ പറയും. അത് കുറെ വീട്ടിൽ സീരിയസ് ആയി എടുക്കാത്ത കാര്യമാണ്, പക്ഷെ അത് ആക്ച്വലി അത് ഭയങ്കര ഉപകാരമുള്ള കാര്യമാണ്. ആ ഒരു ടെസ്റ്റിൽ എപ്പോഴെങ്കിലും നമുക്ക് റിയൽ എക്സാം എഴുതുമ്പോൾ ആ ടെസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഒക്കെ നമുക്ക് മനസ്സിൽ വരാൻ ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ഇത് ചെറിയ എക്സാം ആണ്, അപ്പൊ അത് എപ്പോഴും സീരിയസ് ആയി എടുക്കുക തന്നെ ഞാൻ പറയുള്ളൂ. അപ്പൊ ഒരു ആവറേജ് സ്റ്റുഡന്റിന് ബയോസയൻസ് എടുത്ത് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റും, വിചാരിച്ചാൽ പറ്റും. ആർക്കും പറ്റായ്മയൊന്നുമില്ല, എല്ലാവർക്കും പറ്റും. ഓക്കെ, അപ്പൊ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം അല്ലേ? ആദ്യം മുതൽ പഠിച്ചിട്ടില്ലെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ +1 നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല മാർക്ക്. ഓക്കെ, അപ്പൊ എന്തായാലും മോൾ ആഗ്രഹിച്ച പോലെ ഇനി +2 ഇതേപോലെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ട് അടുത്ത ഗിഫ്റ്റ് പാരന്റ്സിനോട് മുന്നേ ഏൽപ്പിച്ചു വെക്കുക. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ മതി, +2 ഞാൻ എത്ര മാർക്ക് വാങ്ങി എനിക്ക് എന്ത് വാങ്ങിച്ചു തരും എന്നുള്ളത് മുന്നേ എന്ത് ചെയ്യുക, ഒരു അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്ത് വെക്കുക, കാരണം പ്രൂഫ് വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ അതേപോലെ +2 നല്ല മാർക്ക് കിട്ടി ഇതേപോലെ വരിക, നമുക്ക് വീണ്ടും ഒരു ഇന്റർവ്യൂലൊക്കെ വെച്ച് കാണാം. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.